ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മത്തങ്ങ വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതായത് 250 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് തട്ടി ഉടച്ചിട്ട് നമുക്ക് ഉരുക്കാനായിട്ട് അലിയിക്കാനായിട്ട് ഒന്ന് അടപ്പത്ത് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വരാനായിട്ടാണ് ഒന്ന് നമ്മൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ശർക്കര പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കര എല്ലാതും ഒന്ന് മെൽട്ടായിട്ട് വന്നാൽ മതി. ഇപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പിടി മട്ട അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുവന്ന അരി എടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വാസന വരും, വറവായി വരുമ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചുവന്ന അരി ഇല്ലെങ്കിൽ സാധാ വെള്ളരി നമ്മൾ ചോറ് വയ്ക്കണത് അതെടുത്താലും മതി. ഇപ്പോൾ അരി ഇവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്, നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാറി വരുമ്പോൾ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചൂടാറി വന്നപ്പോൾ അരി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തരിതരിപ്പൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. അത് നമുക്ക് ഒന്ന് കടിക്കാനായിട്ട് നല്ലതാണ്. നന്നായിട്ട് നൈസ് പൊടിയാക്കണം എന്നില്ല. ഇനി ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് അണ്ടിപ്പരിപ്പ്, ടൂട്ടി ഫ്രൂട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിയും നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ട് ഇനി ഞാനിവിടെ 1 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ഗ്രേറ്റർ വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബാക്കിയുള്ള നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മത്തങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മത്തങ്ങ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ മത്തങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മത്തങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് 1/4 ഭാഗമാണ് ഇപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മത്തങ്ങയുടെ മധുരത്തിനനുസരിച്ചും നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ചും വേണം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ആവാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. തേങ്ങ ചേർക്കാണ്ടും ഇത് തയ്യാറാക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ശർക്കരപ്പാനി ഇതിൽ നന്നായിട്ടൊന്ന് വറ്റി വരണം, അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല, മുമ്പ് ചേർത്ത നെയ്യ് തന്നെ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ശർക്കരപ്പാനിയും ഈ മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ കിടന്നൊന്ന് വറ്റി വരട്ടെ.
ഇപ്പോൾ ശർക്കരപ്പാനി മത്തങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയുടെ വാസന കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏലക്കാപ്പൊടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് അരി വറുത്തിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അരി വറുത്ത് പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തങ്ങ വെച്ചിട്ടുള്ള മധുരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.